ഹലോ കൂട്ടുകാരെ, മൂന്നാം ക്ലാസ്സിലെ പരിസര പഠനം 2019-20 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസം കൂട്ടുകാർക്ക് പരിസര പഠനമാണല്ലേ എക്സാം. അപ്പോൾ ഓൾറെഡി തന്നെ ഇംഗ്ലീഷ് മീഡിയം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും പോയി കാണണം. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നതാണ്. ഓക്കെ, ഇനി ഓരോ പ്രവർത്തനങ്ങളായിട്ട് നമുക്ക് നോക്കാം. എക്സാം എഴുതാനുള്ള സമയം 2 മണിക്കൂറാണ്. നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. പ്രവർത്തനം ഒന്ന് വായിക്കാം. ഞങ്ങൾ 5 പേർ പഞ്ചേന്ദ്രിയാനുഭവങ്ങളാണ് ചുവടെ കൊടുത്തിട്ടുള്ളത്. തേനിൻ്റെ മധുരം, മയിലിൻ്റെ ഭംഗി, ബെല്ലിൻ്റെ ശബ്ദം, മുല്ലപ്പൂവിൻ്റെ മണം. ഓരോ അവയവത്തിൻ്റെയും ധർമ്മം കണ്ടെത്തി ചിത്രത്തിനു നേരെ എഴുതുക. അപ്പോൾ ഇവിടെ 4 കാര്യങ്ങൾ തന്നിട്ടുണ്ടല്ലേ. ഒന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് കണ്ണാണ്. കണ്ണുകൊണ്ട് നമുക്കിതിൽ എന്താ ചെയ്യാൻ കഴിയുന്നത്? എന്താണ്? കണ്ണുകൊണ്ട് നമുക്ക് മയിലിൻ്റെ ഭംഗി കാണാം. അപ്പോൾ മയിലിൻ്റെ ഭംഗി എന്നവിടെ എഴുതി കൊടുക്കണം. ഇനി മൂക്ക് കൊണ്ട് എന്താണ്? തേനിൻ്റെ മധുരം നമുക്കറിയാൻ പറ്റുമോ? ഇല്ല. നമുക്ക് മുല്ലപ്പൂവിൻ്റെ മണമാണ് മൂക്ക് കൊണ്ട് സാധ്യമാവുന്നത്. അപ്പോൾ മുല്ലപ്പൂവിൻ്റെ മണം എന്ന് എഴുതണം. ഇനി അടുത്ത ചിത്രം നോക്കൂ. അടുത്തത് ചെവിയാണ്. ചെവി കൊണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്ന കാര്യമാണല്ലേ. അപ്പോൾ ബെല്ലിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാം. നാവിന് തേനിൻ്റെ മധുരം അറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ കൂട്ടുകാർ ഇത്തരത്തിലാണ് ഉത്തരം എഴുതേണ്ടത്. ഇനി ഇതിലെ ബി, ചൂട് അനുഭവപ്പെടുന്നതിന് സഹായിക്കുന്ന അവയവത്തിന് ടിക്ക് ചെയ്യുക. മൂക്ക് കൊണ്ട് ചൂട് അറിയാൻ പറ്റുമോ? ഇല്ല. ചെവി ഇല്ല. ത്വക്ക്, കണ്ണ് എന്താണ്? ത്വക്ക് കൊണ്ടാണല്ലേ. നമ്മുടെ ത്വക്ക് എന്ന് പറഞ്ഞാൽ മൂക്ക് കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം. പക്ഷേ മൂക്കിൻ്റെ മേലുള്ളത് എന്താണ്? നമ്മുടെ ത്വക്കാണ്. അപ്പോൾ അതുകൊണ്ട് ത്വക്കിലൂടെയാണ് നമുക്ക് ചൂട് അനുഭവിക്കാൻ സാധിക്കുന്നത്. ഇനി പ്രവർത്തനം 2, തൊഴിലുകൾ. ഗോപുവിൻ്റെ ഗ്രാമത്തിലെ ആളുകൾ വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നത് നോക്കൂ. ഇവിടെ ഗോപുവിൻ്റെ ഗ്രാമമാണ്. ഗോപുവിൻ്റെ ഗ്രാമത്തിൽ ഓരോരുത്തർ ഓരോ കാര്യങ്ങളാണ് ചെയ്യുന്നത് അല്ലേ. ഒന്ന് കച്ചവടക്കാരുണ്ട്, ടൈലറുണ്ട്, കൃഷിക്കാരനുണ്ട്, മീൻ പിടിക്കുന്ന ആളുണ്ട്, അതുപോലെ തന്നെ എന്താണ് വീട് പണിയല്ലേ, കല്ലുകൊണ്ടൊക്കെ പണിയെടുക്കുന്ന അത് ആരാണ്? മരപ്പണിക്കാരനാണ് അല്ലേ. മരപ്പണിക്കാരനാണ്. ഉള്ളിയൊക്കെ കയ്യിലുണ്ട്. അപ്പോൾ മരപ്പണിക്കാരനാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളുടെ വിവിധ തൊഴിലുകളാണ് നമ്മളിവിടെ കണ്ടത്. ഇനി ചോദ്യം, ഏതെല്ലാം തൊഴിലുകളിലാണ് ആളുകൾ ഏർപ്പെട്ടിരിക്കുന്നത് എഴുതുക. ഇവിടെ എന്തൊക്കെയുണ്ട്? കച്ചവടം, കൃഷി, മീൻപിടുത്തം, മരപ്പണി, തയ്യൽ. ഓക്കെ, ഒന്നുകൂടെ വായിക്കാം. കച്ചവടം, കൃഷി, മീൻപിടുത്തം, മരപ്പണി, തയ്യൽ. ഇനി ഗ്രാമത്തിൽ ഗോപുവും കൂട്ടുകാരും കണ്ടെത്തിയ തൊഴിൽ സർവേയുടെ പട്ടികയാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. പട്ടിക വിശകലനം ചെയ്ത് കണ്ടെത്തലുകൾ എഴുതുക. അപ്പോൾ ഇവിടെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്. എത്ര കൃഷിപ്പണിക്കാരുണ്ട്, എത്ര മരപ്പണിക്കാരുണ്ട്, തയ്യൽ എത്രയുണ്ട്, കച്ചവടം എത്രയുണ്ട്, മത്സ്യബന്ധനം, ആതുര സേവനം, ഇതൊക്കെ എത്ര ആളുകളാണ് തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്ന പട്ടികയാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പട്ടിക വിശകലനം ചെയ്തിട്ട് എൻ്റെ കണ്ടെത്തൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് എഴുതാം. ഗോപുവിൻ്റെ ഗ്രാമത്തിൽ കൃഷിപ്പണി ചെയ്യുന്നവരാണ് ഏറ്റവും കൂടുതൽ. 20 പേർ മാത്രമാണ് മരപ്പണി ചെയ്യുന്നത്. കച്ചവടം ചെയ്യുന്നവർ 30 പേരാണ്. മത്സ്യബന്ധനവും തൊഴിലും ആ ഗ്രാമത്തിൽ വളരെ കുറവാണ്. ആതുര സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ വെറും 2 പേർ മാത്രമേ ആ ഗ്രാമത്തിലുള്ളൂ. അപ്പോൾ കൂട്ടുകാർക്ക് ഈ പട്ടിക നോക്കി തന്നെ മനസ്സിലാവും അല്ലേ. ഏറ്റവും കൂടുതൽ ആരാണ്? കൃഷിപ്പണിയാണ് അല്ലേ. അപ്പോൾ കൃഷിപ്പണി ഇത്രയുണ്ട്, മരപ്പണി ഇത്രയുണ്ട്, ഏറ്റവും കുറവ് ഇതാണ് എന്നൊക്കെ പറഞ്ഞാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, ഇനി ഈ ഉപകരണം ഏത് തൊഴിലിനാണ് ഉപയോഗിക്കുന്നത്? ഇതെന്താണ്? കലപ്പയാണ് അല്ലേ. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? മരപ്പണി, കൃഷി, തയ്യൽ, മത്സ്യബന്ധനം. എന്തിനാണ്? കൃഷിപ്പണിക്കാണ് ഉപയോഗിക്കുന്നത്. ഇനി പ്രവർത്തനം 3, ശലഭവർണ്ണങ്ങൾ. വിദ്യാലയത്തിൽ നിർമ്മിക്കുന്ന ശലഭ പാർക്കിൽ നടുന്നതിനായി അഭിനവ് കൊണ്ടുവന്ന ചെടിയാണിത്. ചെടിക്ക് ചിത്രം നൽകി മനോഹരമാക്കൂ. ഇത് എന്ത് ചെടിയാണ് കൂട്ടുകാരെ? കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇതൊരു റോസച്ചെടിയാണ് അല്ലേ. അപ്പോൾ ഇതിന് നല്ല മനോഹരമായിട്ട് കളർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഇത് ഏത് ചെടിയാണെന്ന് താഴെ എഴുതി കൊടുക്കുകയും വേണം. ഇത് റോസച്ചെടിയാണ്. ഇനി ഇതിലെ സി നോക്കാം. ശലഭ പാർക്ക് നിർമ്മിക്കുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾക്കു നേരെ ഇൻറ്റു മാർക്ക് ചെയ്യുക, തെറ്റ് മാർക്ക് ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചിത്രശലഭങ്ങളെ ആകർഷിക്കുന്ന ചെടികൾ വെച്ചു പിടിപ്പിക്കണം. അപ്പോൾ ശലഭ പാർക്ക് നിർമ്മിക്കുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അല്ലേ. അതെന്താണ്? പാടില്ലാത്ത കാര്യമാണോ? അല്ല. ചിത്രശലഭങ്ങളെ ആകർഷിക്കാനുള്ള ചെടികൾ നമ്മൾ നട്ടുപിടിപ്പിക്കണം. അത് ആവശ്യമുള്ള കാര്യമാണ്. ചെടികളിലും പൂക്കളിലും രാസകീടനാശിനികൾ തളിക്കണം. അത് ചെയ്യാൻ പാടുമോ? അപ്പോൾ ചിത്രശലഭങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർ മരിച്ചു പോകും അല്ലേ. അപ്പോൾ അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിന് ഇൻറ്റു മാർക്ക് കൊടുക്കുക. ചെടികൾക്ക് വെള്ളവും ജൈവവളവും നൽകണം. അതും ശരിയാണ്. ഉദ്യാനത്തിൽ വള്ളിച്ചെടികൾ മാത്രം നട്ടാൽ മതി. വള്ളിച്ചെടികൾ മാത്രം നട്ടു കഴിഞ്ഞാൽ അവിടെ ചിത്രശലഭങ്ങൾ വരുമോ? ഇല്ല, വരില്ല. അപ്പോൾ ഇവിടെ 2ാമത്തേതും 4ാമത്തേതുമാണ് തെറ്റായത് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പാടില്ലാത്ത കാര്യം.
ഓക്കെ, ഈ ചിത്രശലഭത്തിന്റെ പേരെഴുതൂ. ഈ ചിത്രശലഭത്തിന്റെ പേര് വിലാസിനി എന്നാണ്. ഇതിവിടെ ക്ലിയർ ആയിട്ട് ചിത്രശലഭം കാണാൻ കഴിയുന്നില്ല, പക്ഷെ ശരിക്കും വിലാസിനിയാണ്. ഓക്കെ, പ്രവർത്തനം 4 നോക്കാം. മണ്ണിന്റെ മഹത്വം. മണ്ണ് മ്യൂസിയത്തിൽ വിവിധ തരം മണ്ണുകൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത് നോക്കൂ. അവ ഏത് വിഭാഗത്തിൽ പെടുന്നുവെന്ന് പട്ടികയിൽ നിന്ന് കണ്ടെത്തി എഴുതുക. എക്കൽ മണ്ണ്, കളിമണ്ണ്, ചെമ്മണ്ണ്, ഈ 3 മണ്ണാണ് ഉള്ളത്. അപ്പോൾ ഒന്ന് നമുക്ക് തന്നിട്ടുണ്ട്, ചുവന്ന നിറത്തിൽ കാണപ്പെടുന്ന മണ്ണ്. അത് ഏത് മണ്ണാണ്? ചുവന്ന നിറത്തിലുള്ളത് അത് ചെമ്മണ്ണാണ്. ഇനി പശിമയുള്ള മണ്ണ് എന്ന് പറയുന്നത് അത് കളിമണ്ണാണ്. ഇനി ജലത്തോടൊപ്പം ഒഴുകിയെത്തുന്ന മേൽമണ്ണ് എക്കൽ മണ്ണാണ്. ഓക്കെ, അപ്പോൾ ഇത് ഓരോ മണ്ണും അതിൻ്റെ പ്രത്യേകതകളും കൂട്ടുകാർ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അടുത്തത് നോക്കാം. ജോസഫിൻ്റെയും ആമിനയുടെയും പറമ്പിൻ്റെ ചിത്രങ്ങളാണ് ചുവടെ. ജോസഫ്, ആമിന. എന്താണ് ജോസഫിൻ്റെ പറമ്പ് എന്ന് പറയുന്നത്? ഇങ്ങനെ കുത്തനെയാണല്ലേ, കുത്തനെയാണ്. അതിൻ്റെ ഇടയിൽ 1-2 മരങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അത്ര ഫുള്ളായിട്ട് മരങ്ങളൊന്നുമില്ല. ആമിനാൻ്റെ ആണെങ്കിൽ ഇങ്ങനെ തട്ട് പോലെയാണ്, അതിൽ നിറയെ മരങ്ങളും കാണാൻ കഴിയുന്നുണ്ട്. അപ്പം ആരുടെ പറമ്പാണ് മണ്ണൊലിപ്പ് തടയുന്നതിന് പ്രയോജനമായിട്ടുള്ളത്? ആരുടെയാണ്? ജോസഫിൻ്റെ ആണെങ്കിൽ മണ്ണ് ഇങ്ങനെ ഒലിച്ചുകൊണ്ടേ പോകും, എവിടെയും തടഞ്ഞു നിൽക്കില്ല, കാരണം മരങ്ങളൊക്കെ വളരെ കുറവാണ്. എന്നാൽ ആമിനയുടെ നോക്കൂ, തട്ടാണ്, പക്ഷെ അവിടെ ഇഷ്ടം പോലെ മരങ്ങളും ഉണ്ട്. അപ്പോൾ അവിടെ മണ്ണൊലിപ്പ് തടയാൻ സഹായകമാവും. അപ്പോൾ അവിടെ ആമിനയുടെയാണ് ഏറ്റവും അനുയോജ്യമായ പറമ്പ്. ഇനി സി, എന്തൊക്കെ പ്രത്യേകതകളാണ് നിങ്ങൾ കണ്ടെത്തിയ പറമ്പിനുള്ളത് എന്ന് എഴുതുക. അഥവാ ആമിനയുടെ പറമ്പിന് എന്തൊക്കെ പ്രത്യേകതകളാണുള്ളത്? 1, മണ്ണൊലിപ്പ് തടയുന്നതിനായി ധാരാളം മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. 2, തടം എടുത്തിട്ടുണ്ട്. അഥവാ തടം എടുത്തുള്ള കൃഷിരീതിയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 2 പ്രത്യേകതകൾ നമുക്ക് അവിടെ എഴുതാം. ഇനി 3, തൊഴിലുപകരണങ്ങൾ. ഈ തൊഴിലുപകരണത്തിന്റെ പേരും ഉപയോഗങ്ങളും എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതെന്താണ്? ഇതാണ് തൂമ്പ. ഇത് തൂമ്പയാണ്. തൂമ്പ എന്തിനാണ് ഉപയോഗിക്കുന്നത്? മണ്ണിളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് തൂമ്പ. ചതുരത്തിലുള്ള ഉറപ്പേറിയ ഉരുക്ക് പാളിയാണ് തൂമ്പയുടെ പ്രധാന ഭാഗം. പറമ്പ് കിളക്കുക, കൂടി കിടക്കുന്ന മണല്, ചരല് തുടങ്ങിയവ നീക്കം ചെയ്യുക, നിരപ്പാക്കുക എന്നീ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പോൾ തൂമ്പയാണിത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ ഇതൊക്കെയാണെന്ന് നിങ്ങളവിടെ എഴുതി ചേർക്കണം. ഓക്കെ, അടുത്ത പേപ്പർ നോക്കാം. ഓരോ തൊഴിലിനും അതിൻ്റെതായ ഉപകരണങ്ങളുണ്ട്. ശരിയാണല്ലേ? ഇപ്പോൾ നമ്മൾ കൃഷിപ്പണി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് മരപ്പണി ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഒരു ഡോക്ടർ ഉപയോഗിക്കുന്ന ഉപകരണം കൊണ്ട് നമുക്ക് കൃഷിപ്പണി ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഓരോ തൊഴിലിനും അതിൻ്റെതായ ഉപകരണങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ചുവടെ കൊടുത്തിരിക്കുന്ന ഉപകരണങ്ങളെ തൊഴിലുമായി ചേർത്ത് വരയ്ക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഒന്നാമത്തേത് കത്രികയാണ്. കത്രിക ആരും ഉപയോഗിക്കുന്നതാണ്? കത്രിക തയ്യൽ അല്ലെ, ടൈലർ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അവസാനത്തെ ചിത്രത്തിലേക്കാണ് നമ്മൾ യോജിപ്പിക്കേണ്ടത്. ഇനി ചൂല് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ചവറ് അടിച്ചു വാരാനാണ്. അപ്പോൾ അതിലേക്ക് യോജിപ്പിക്കുക. ഇനി മഴു നമ്മൾ വിറക് കീറാൻ വേണ്ടി ഉപയോഗിക്കുന്നു. സ്റ്റെതസ്കോപ്പ് ഡോക്ടറുടെ കയ്യിലുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക, കുടമൊക്കെ ഉണ്ടാക്കുന്നത് അങ്ങനെയുള്ള പണി ചെയ്യുന്ന ആളുകൾ ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് വരച്ച് ചേർക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. പ്രവർത്തനം 6 ആരോഗ്യം സമ്പത്ത്. സ്കൂളിലെ ഹെൽത്ത് ക്ലബിന്റെ നേതൃത്വത്തിൽ ആരോഗ്യം സമ്പത്ത് എന്ന വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു. രോഗകാരികളായ ജീവികൾ പെരുകുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് ഹെൽത്ത് ക്ലബ് അംഗങ്ങൾ തയ്യാറാക്കിയ വിവരങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ആരോഗ്യമുള്ള ജീവിതത്തിനായി പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? ശരിയായവക്ക് ടിക്ക് ചെയ്യുക. അപ്പോൾ ആരോഗ്യമുള്ള ജീവിതത്തിന് നമ്മൾ എന്തൊക്കെയാണോ പാലിക്കേണ്ടത് എന്നാണ് നമ്മളിവിടെ ടിക്ക് കൊടുക്കേണ്ടത്. ചപ്പുചവറുകൾ കൂടിക്കിടക്കാൻ അനുവദിക്കുന്നു. അതുകൊണ്ട് എന്തെങ്കിലും ആരോഗ്യം ഉണ്ടാവുമോ? ഇല്ല. ഒരുപാട് അനാരോഗ്യമാണ് നമുക്കുണ്ടാവുന്നത്. കൈയും വായും കഴുകാതെ ഭക്ഷണം കഴിക്കുന്നു. അത് നല്ലതാണോ? അല്ല. വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നു. അതാണ് ആരോഗ്യ ജീവിതത്തിനായി നമ്മൾ ചെയ്യേണ്ടത്. അഴുക്ക് വെള്ളത്തിൽ കുളിക്കുന്നു. അതും ചെയ്യാൻ പാടില്ല. വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുന്നു. അത് ശരിയാണല്ലേ? അത് നമ്മൾ ആരോഗ്യത്തിന് നല്ലതാണ്. പരിസരം വൃത്തിയോടെ സൂക്ഷിക്കുന്നു. അതും ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ ഈ 3 എണ്ണമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. താഴെ കാണുന്ന ജീവികൾ പരത്തുന്ന ഓരോ രോഗത്തിൻ്റെയും പേരെഴുതുക. 1 കൊതുക്, 2 ഈച്ചയാണ് അല്ലേ? കൊതുക് എന്താണ്? മലേറിയ അല്ലെങ്കിൽ ചിക്കൻ ഗുനിയ, ഇതൊക്കെ നമ്മൾ കൊതുക് പരത്തുന്നതാണ്. ഇനി ഈച്ചയാണെങ്കിലോ കോളറ ഈച്ച പരത്തുന്ന രോഗമാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും കൂട്ടുകാരെ നിങ്ങൾക്കും പരീക്ഷയ്ക്ക് വരുന്നത്. അപ്പോൾ എല്ലാ ഭാഗങ്ങളും നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.